SIR നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പും SIR-ഉം ഒരേ സമയത്താണ് നടക്കുന്നത്. ഇത് ഉദ്യോഗസ്ഥക്ഷാമത്തിനും ഭരണസ്തംഭനത്തിനും ഇടയാക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും SIR-ന് അടിയന്തര പ്രാധാന്യമില്ലെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. അഹമ്മദ് മുസ്തഫയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. മുസ്തഫ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നമുക്ക് നേരത്തെ അറിയാം, ഒരേ ഉദ്യോഗസ്ഥർ തന്നെ ഈ രണ്ട് പ്രവൃത്തികളും ചെയ്യേണ്ട അവസ്ഥ. ഉദ്യോഗസ്ഥരെ ഈ BLO-മാരായൊക്കെ നിയമിക്കുമ്പോൾ പല സ്ഥാപനങ്ങളിലും സ്കൂളുകളിലടക്കം അധ്യാപകരും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഒന്നും ഇല്ലാത്തൊരവസ്ഥ. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതേസമയം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്തുകൂടെ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണല്ലോ ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നതല്ലേ? നൗഫൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട വാദങ്ങൾ. അതായത് SIR ഇപ്പോൾ തിരക്ക് പിടിച്ച് നടപ്പാക്കുന്നു. അതേ സമയത്ത് തന്നെയാണ് സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കേണ്ടത്. മാത്രമല്ല, ഈ ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം, നിയമപ്രകാരം ഡിസംബർ 20-നകം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാക്കി 21-നകം പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. ആ രൂപത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ സ്വാഭാവികമായും ഇത് രണ്ടും ഈ ഉദ്യോഗസ്ഥ ക്ഷാമം ഏറെ രൂക്ഷമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. കാര്യം ഓരോ വീടുകൾ കയറി ഇറങ്ങിയും പ്രത്യേകമായി പരിശോധനയും അതോടൊപ്പം തന്നെ വോട്ടർ പട്ടിക പുതുക്കൽ ഉൾപ്പെടെയുള്ള സമഗ്ര പ്രക്രിയയാണ് ഈ SIR എന്ന് പറയുന്നത്. അതിന് ഏകദേശം 25,000-ലധികം 25,668 ഉദ്യോഗസ്ഥരെയാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്, അതിനുവേണ്ടി കണക്കാക്കേണ്ടത്. മാത്രമല്ല, സംസ്ഥാനത്ത് ഇതേ സമയത്ത് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതിന് 1,76,000-ലധികം സർക്കാർ ഉദ്യോഗസ്ഥർ ആവശ്യമുണ്ട്. മാത്രമല്ല, സുരക്ഷാ ജീവനക്കാരായി 68,000 ആളുകൾ ആവശ്യമുണ്ട്. ഇത് ഗുരുതരമായ ഉദ്യോഗസ്ഥ ക്ഷാമത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. ഒരേ സമയത്ത് തന്നെ ഇത്തരം ഉദ്യോഗസ്ഥരെ കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ പ്രത്യേകമായി പരിശീലനം ലഭിച്ച ആളുകളെയാണ് SIR-ന് ഉൾപ്പെടെ അത് അങ്ങനെ കൊണ്ടുപോയാൽ മാത്രമാണ് ഈ SIR-ന്റെ പൂർണ്ണ തോതിലുള്ള ഫലം ലഭിക്കുക. ഏതെങ്കിലും തരത്തിൽ അത് അവഗണിക്കപ്പെട്ടാൽ ഗുരുതരമായ പ്രതിസന്ധി വീണ്ടും ഉണ്ടാക്കും. ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഹൈക്കോടതി ഇടപെടണമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ കോടതിയിൽ പ്രധാനമായി ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ രണ്ട് ഉദ്യോഗസ്ഥരും ഒരേ സമയം തന്നെ ഇത്തരം പ്രവർത്തികൾ ഒരുമിച്ച് ചെയ്യേണ്ടി വരുന്നത് അത് ഭരണഘടനാപരമായ ചില പ്രശ്നങ്ങൾക്ക്, ഭരണപരമായ അസൗകര്യങ്ങൾക്ക് കാരണമാകും എന്നതുൾപ്പെടെയുള്ള വാദങ്ങളാണ് സംസ്ഥാന സർക്കാർ ഇന്ന് കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകൻ ഇപ്പോൾ കോടതിയിൽ വാദം കേൾക്കുകയാണ്. ജസ്റ്റിസ് VG അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ വാദം കേട്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറലും അതോടൊപ്പം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭിഭാഷകനും കോടതിയിൽ ഹാജരായിട്ടുണ്ട്. രണ്ടുപേരും ഇത് മാറ്റിവെക്കേണ്ടത് ആവശ്യം. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഈ ഡിസംബർ 21-നകം അല്ലെങ്കിൽ 20-നകം പൂർത്തിയാക്കേണ്ട പ്രക്രിയയാണ്. SIR അല്പം അങ്ങോട്ട് മാറ്റിവെച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. പക്ഷേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ നിഷേധിക്കുകയാണ്. മാത്രമല്ല, അവർ പറയുന്നൊരു കാര്യം, മാർച്ച് ഏപ്രിൽ മാസങ്ങളോടുകൂടി ഈ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരേണ്ടതുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇത് ഇപ്പോൾ ഏകദേശം നവംബർ കഴിയാറായി. ഡിസംബർ, ജനുവരി 3 മാസത്തിലധികം അടുത്ത് ഒരു 2-3 മാസം മാത്രമാണ് സമയം കിട്ടുക. ഇത്രയും നീണ്ട ഒരു പ്രൊസീജിയറിന്, ഒരു പ്രോസസ്സിന് അത്രയെങ്കിലും സമയം വേണം. അതുകൊണ്ട് ഇപ്പോൾ ഇത് മാറ്റിവെക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ വാദത്തിൽ ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അത് നിയമപരമായി തന്നെ സുപ്രീം കോടതിയിൽ ഉള്ളൊരു വിഷയമാണ്. ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അന്ന് ആ സുപ്രീം കോടതിയെ സമീപിച്ച ഒരു സാഹചര്യത്തിൽ ഇത്തരം വിഷയങ്ങൾ വിവിധ ഹൈക്കോടതികളിൽ ഉണ്ടായേക്കാം. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നതിന് സുപ്രീം കോടതി സംസ്ഥാന ഹൈക്കോടതികൾക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ സംസ്ഥാന ഹൈക്കോടതിക്ക്, കേരള ഹൈക്കോടതിക്ക് ഈ വിഷയത്തിൽ പൂർണ്ണമായി, ഈ സുപ്രീം കോടതിക്കുള്ള വിഷയം പൂർണ്ണമായി, അത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതേ സമാനമായ പ്രശ്നങ്ങളുണ്ട്. കേരളം തന്നെ ചൂണ്ടിക്കാണിച്ചത് ബീഹാർ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, തമിഴ്നാട്, കൊൽക്കത്ത, ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ വിഷയം നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വിവിധങ്ങളായ ഹൈക്കോടതികളിൽ ഇത്തരം വിഷയം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് സുപ്രീം കോടതി തന്നെ ആ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയക്കുകയും വിവിധ ഹൈക്കോടതികളിലുള്ള കേസുകൾക്ക് ഒരു അന്തിമ തീരുമാനമെടുക്കുന്നത് സംബന്ധിച്ച് ഒരു ലിമിറ്റേഷൻ വെക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഹൈക്കോടതി ആ വിഷയത്തിൽ തുടക്കത്തിൽ ഇന്ന് കോടതി തന്നെ ചോദിച്ചിട്ടുണ്ട്. കാര്യം, വിവിധ ഹർജികൾ ഹൈക്കോടതികളിലെ സംസ്ഥാനത്തിനും എന്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചുകൂടാ, ഈ വിഷയം ഉൾപ്പെടെ സുപ്രീം കോടതിയെ ചൂണ്ടിക്കാണിക്കാമല്ലോ എന്ന് VG അരുൺ തുടക്കത്തിൽ സൂചിപ്പിച്ചെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് വളരെ സവിശേഷമായി കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് കേരള ഹൈക്കോടതി കേൾക്കേണ്ടതിന്റെ ഒരു പ്രത്യേകത, അങ്ങനെ ഒരു പ്രാധാന്യം അത് അഡ്വക്കേറ്റ് ജനറൽ കോടതിയെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിൽ ഇപ്പോഴും വാദം പൂർത്തിയായിട്ടില്ല. ഇപ്പോഴും വാദം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നൗഫൽ.